ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. പൂരയും വേലയൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും കുട്ടി ഏട്ടനും കൂടി ഇങ്ങോട്ട് വന്നു കേട്ടോ. ഏട്ടൻ പോയി ഞങ്ങളെ രണ്ടുപേരെയും കൂടി കൊണ്ടുവന്ന് വിട്ടിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പല്ല് തേക്കണം. കുറച്ച് വൈകിട്ട് എണീക്കാനൊക്കെ. പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് വൈകിട്ട് എണീച്ചാലൊന്നും കുഴപ്പമില്ലല്ലോ. അതുപോലെ പറ്റില്ലല്ലോ ഇപ്പോൾ നമ്മൾ പോയ വീട്ടിൽ. അപ്പോൾ അവനാൻ്റെ വീട്ടിൽ വരുമ്പോഴേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കയ്യാക്കൊക്കെ കേട്ടോ. അങ്ങനെ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഗോതമ്പ് ദോശയൊക്കെ അരിയൊക്കെ അടുപ്പത്തിട്ട് പോയിരിക്കണം. അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം കുട്ടിക്ക് കോറയൊക്കെ വെള്ളത്തിലിട്ടു. ഇനി അത് അരച്ച് വെക്കണമല്ലോ ഊറാനൊക്കെ. അങ്ങനെ വന്ന് പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചു. കറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ചായയൊക്കെ കൂട്ടി കഴിച്ചു ഞാൻ. ആ സമയത്ത് ഞാൻ കുറച്ച് കുട്ടിയുടെ തുണികളൊക്കെ കപ്പിത്തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അലക്കിയിട്ടു. ആ സമയത്താണ് ഐസ് വന്നത്. അപ്പോൾ അനിയത്തിക്ക് ഐസ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളും ഞാനും കൂടി ഐസ് മേടിക്കാൻ പറഞ്ഞിട്ട് അവളൊരു 20 രൂപ എടുത്തു തന്നു കേട്ടോ. അപ്പോഴാണ് അനിയെ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. കനാലിൽ നല്ല വെള്ളമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ കനാലിൽ പോയി കുളിച്ചിട്ട് വരികയാണ്. എൻ്റെ വഴിയൊക്കെ നേരാക്കിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ അങ്ങനെ വഴിയും ശരിയാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിയൊക്കെ ശരിയാക്കി. അപ്പോൾ അത് ചപ്പിട്ടിരിക്കുകയാണ് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ആ ഐസൊക്കെ മേടിച്ചിട്ട് വന്നു. കുറേ ദിവസമായി ഇത്ര അവൾക്ക് ഐസ് തിന്നാനൊക്കെ പുതിയായിട്ട്. അപ്പോൾ അവൾ ഇതേ വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കായിരുന്നു എന്ന് പറഞ്ഞു അവൾ. പിന്നെ ഐസൊക്കെ മേടിച്ച് ഞങ്ങൾ വന്ന് കഴിച്ചു. ആ സമയം കൊണ്ട് അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അമ്മ. ഞാൻ പിന്നെ ചോറൊക്കെ വേഗം വാർത്ത് വെച്ചു. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, മെസ്സേജ് അയച്ചു, സബ്സ്ക്രൈബ് ചെയ്തു. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ റീപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ സമയം കിട്ടാറില്ല. പിന്നെ എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ധോനി ബേബീനെയും കൊണ്ട് ഞാൻ രാജേട്ടൻ്റെ വീട്ടിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ കുട്ടീനെയൊന്നും എടുക്കാൻ ആളില്ല. ഞാൻ ആകെ കഷ്ടപ്പെട്ടിട്ടൊക്കെ കേട്ടോ ചില സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാറൊക്കെ കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ വൈകാറുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് അവർ ഒന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതാ ചോറ് വാർത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഉച്ചയ്ക്ക് വരും കേട്ടോ. തൊഴിലുറപ്പാണ് ഇവിടെ അടുത്ത് തന്നെയാണ്. 10 മണിക്കും ഉച്ചയ്ക്കൊക്കെ ഇപ്പോൾ അമ്മ വരാറാത്രേ. അപ്പോൾ അനിയത്തി ഉണ്ടല്ലോ. അപ്പോൾ അവൾക്കും ചോറുണ്ണണം. അപ്പോൾ എന്തായാലും വെക്കണ്ടേ. അപ്പോൾ അമ്മ അരിയെ കടുപ്പത്തിട്ട് പോയി. പിന്നെ കടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കി, ഗോതമ്പ് ദോശ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. പിന്നെ കറിയൊക്കെ പിന്നെ തലേ ദിവസത്തെ ഞാൻ വന്ന ദിവസം ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്ന ദിവസം കുറച്ച് രസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രസമുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണക്കമീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. ഉണക്കമാന്തൽ വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഉപ്പേരി വെക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു വഴുതിരങ്ങ ഉണ്ടേച്ച് ഉപ്പേരി വെക്കണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഇത് പോരെ, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ പറഞ്ഞു. പിന്നെ വേഗം ഞാൻ കുട്ടിക്കുള്ള കോറയൊക്കെ വേഗം കഴുകി അരച്ചു. അത് ഊറാൻ വെച്ചു. ഇങ്ങനെ കുറച്ച് സമയം എടുക്കല്ലോ. അവളാണെങ്കിൽ ഒന്നും കഴിക്കണമൊന്നുമില്ല കേട്ടോ. ഒരു സ്പൂണ് ഭക്ഷണം പോലും അവൾ കഴിക്കണേയില്ല. എന്താണെന്നറിയില്ല കേട്ടോ. ഈ പ്രായം ഇപ്പോൾ അവൾക്ക് 6 മാസമായി. ഒരു സ്പൂണ് കോറ അവൾ കഴിക്കില്ല. വായ അങ്ങോട്ട് അടച്ചാൽ വായ തുറക്കുകയില്ല. പിന്നെ നമുക്ക് കുത്തിത്തിരികിയിട്ടൊന്നും കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം ചെറിയ കുട്ടിയല്ലേ. അപ്പം ഞാനത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അങ്ങനെ അധികമൊന്നും നിർബന്ധിച്ച് കൊടുക്കില്ല. അവൾ കരയുള്ളൂ. കരയുമ്പോൾ നമുക്ക് കൊടുത്താൽ നെറുകി കയറില്ല. അതൊരു പേടി അങ്ങനെ കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ 2-3-4 സ്ഥലത്തും കൂടി അവൾക്ക് ചോറൂണൊക്കെ ഉണ്ട്. ഇപ്പം ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവൾ ചോറ് കഴിക്കാത്തതെന്നൊക്കെ പറയണു കേട്ടോ. അതൊക്കെ പഴമക്കാരോരോന്ന് പറയണതാണ്. അതിലൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ അങ്ങനെ വേഗം അതൊക്കെ അരച്ച് വെച്ചു, ഊറാൻ വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോറാൻ. പിന്നെ വേഗം ആ പാത്രങ്ങളൊക്കെ കഴുകി. വെള്ളമൊക്കെ കയറ്റി വെച്ചത് കുറവായിരുന്നു. അപ്പം വേഗം 2-3 കലങ്ങളൊക്കെ കഴുകി ഞാൻ വേഗം വെള്ളമൊക്കെ നിറച്ച് വെച്ചു. പിന്നെ അപ്പം അമ്മ ഉച്ചയ്ക്ക് വന്നു കേട്ടോ. ചോറിനാൻ വന്നു. അപ്പോൾ അമ്മയും കുട്ടിയൊക്കെ ഒന്ന് കിടക്കാം. അമ്മ റെസ്റ്റ് ചെയ്യട്ടെ. കഴിക്കാൻ വന്ന സമയത്ത് അനിയത്തി ഉണ്ട് ഇപ്പുറത്തെ റൂമിൽ കിടക്കണു. അപ്പോൾ അവരേതായാലും ഉറങ്ങല്ലേ. പിന്നെ അവരുടെ സമയത്തിന് വന്ന് കഴിക്കുക. അപ്പോൾ ഞാൻ കുട്ടി എണീക്കുമ്പോഴത്തേന് എനിക്ക് കഴിച്ചാലേ പറ്റുള്ളൂ. അവളെ എണീച്ച് ചിലപ്പോൾ ഇനി ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുറച്ച് ചോറൊക്കെ വിളമ്പി കഴിച്ചു കേട്ടോ. കാരണം വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ. വയറ് കാഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുട്ടികൾ പാൽ കുടിക്കണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സമയത്തിന് കഴിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ ചോറൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് അടിച്ചുവാരലും തുടയ്ക്കലും ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊടി കാരണം കേട്ടോ. ഇവിടെ അങ്ങനെ നിലം ശരിയാക്കാത്തതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊടി പാറിയിട്ട് ഒന്നും അടിക്കാനോ കോരാനോ ഒന്നിനും ഇല്ല. നടക്കുമ്പോഴൊക്കെ കേട്ടോ എല്ലാം നല്ല പൊടിയാണ്. അപ്പോൾ ഞാൻ വെള്ളം തെളിച്ചിട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ടാണ് കേട്ടോ
പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയിടാം, പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ആക്കം പോലെ ചെയ്താൽ മതി. ഈ എന്താ ചെയ്തില്ല, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ ഇട്ട്, അല്ലെങ്കിൽ എന്താ അത് അങ്ങനെ കിടക്കണ്, ഇതെന്താ ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ പറയാനോ ചെയ്യാനോ അങ്ങനെയൊന്നും പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ടേ. പിന്നെ നമ്മൾ എത്രയായാലും കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴുള്ളൊരു സന്തോഷം വേറെ തന്നെയാണ്. കാരണം നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തേക്കോ അമ്മയുടെ അടുത്തേക്കോ അച്ഛൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ വീട്ടിലാവുമ്പോൾ നമ്മുടെ ഒരു ആശ്വാസം പോലെയൊക്കെ എണീച്ച് നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുക, സമയത്തിന് ചെയ്ത്. അതെന്താ ചെയ്യാഞ്ഞ്, ഇതെന്താ ചെയ്യാഞ്ഞ്, അങ്ങനെ ചെയ്യാഞ്ഞ്, അതങ്ങനെ ഇട്ടു, ഇതിങ്ങനെ ഇട്ടു, അങ്ങനെ കിടക്കണ കണ്ടില്ലേ, അതാണ് ഇതാണെന്നൊന്നും പറയില്ല. പിന്നെ അങ്ങനെ ഞാൻ ധനി ബേബി അപ്പിട്ടായിരുന്നു. അപ്പോൾ ആ ഷീറ്റ് കൂടെയൊക്കെ ആയപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ട്, നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല നട്ടുച്ച സമയമാണ്. അപ്പോൾ വേഗം അതൊക്കെ അലക്കിയിട്ടു. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. കാരണം എന്നാലേ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന